സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു തോൽവി കൂടി. ശീലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇപ്പോൾ വരണില്ല. നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മാച്ചിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു 2 മാച്ചുകൾ ഇനി വരുന്ന നോർത്ത് ഈസ്റ്റ്, അതുപോലെ തന്നെ ലാസ്റ്റ് മാച്ച് ഹൈദരാബാദ്, ഈ 2 മാച്ചുകളും ഒരു ചടങ്ങിന് വേണ്ടി കളിക്കുന്നു എന്നാണ് കോച്ച് വരെ പറഞ്ഞിട്ടുള്ളത്. സോ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. പക്ഷെ എന്നാൽ പോലും ഈ ഒരു മാച്ചിൻ്റെ ഒരു 80 മിനിറ്റ് വരെ ഇനി എങ്ങാനും ജയിക്കുമോ എന്നൊരു സംശയം വന്നിരുന്നു. അവസാനത്തെ 10 മിനിറ്റിൽ ആ സംശയമൊക്കെ മാറി വീണ്ടും പഴയ ഫോമിലേക്ക്, അല്ലെങ്കിൽ പഴയ ബ്ലാസ്റ്റേഴ്സിനെ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സ് വരുത്തുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ള ബ്ലാസ്റ്റേഴ്സിനെ അവസാനത്തെ 10 മിനിറ്റിൽ കാണാൻ സാധിച്ചു. ആ 10 മിനിറ്റ് കൊണ്ട് തന്നെ 2 ഗോൾ വഴങ്ങി നേരത്തെ പറഞ്ഞ ഇനി എങ്ങാനും ജയിക്കുമോ എന്ന് പറയുന്ന ഒരു സംശയം ഒഴിവാക്കാനും ബ്ലാസ്റ്റേഴ്സ് സഹായിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ 2 മാച്ചുകളും സഹിച്ച് കണ്ടിരിക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ കളി മാറുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. ആൻഡ് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു പ്രാക്ടീസ് മാച്ച്, അല്ലെങ്കിൽ യങ് പ്ലേയേഴ്സിന് അവസരം കൊടുക്കുക, അവസരം കിട്ടാത്ത പ്ലേയേഴ്സിന് ഗെയിം ടൈം ലഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ഇനി നോക്കാനുള്ള ആകെയുള്ള കാര്യം ടാക്ടിക്സോ അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ റോളുകളോ അതിനേക്കാൾ ഉപരി പ്ലേയേഴ്സിന്റെ പെർഫോമൻസ്, ഇൻഡിവിജ്വലുള്ള പ്ലേയേഴ്സിന്റെ പെർഫോമൻസ്, ഇവരിൽ ആരൊക്കെ പ്ലേ ഓഫിലേക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് പറയുന്ന തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് ഈ 2 മാച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കുക. റിസൾട്ടും അതുപോലെ തന്നെ ടാക്ടിക്സ് വൈസ് ആയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു മാച്ചിൽ ശ്രദ്ധിച്ചിട്ട് യാതൊരു കാര്യമില്ല. സോ ഞാൻ ശ്രദ്ധിച്ചതും ആ പെർഫോമൻസിനെ പറ്റിയാണ്. അതിൽ എനിക്ക് ഇംപ്രസീവായിട്ട് തോന്നിയ, നന്നായിട്ട് തോന്നിയ, പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ കൂടുതൽ ഗെയിം ടൈം കിട്ടണമെന്ന് തോന്നിയ കുറച്ച് പ്ലേയേഴ്സിന്റെ പേരുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു മാച്ചിൽ നിന്നും എനിക്ക് പറയാൻ തോന്നുന്നത്. അതിലൊന്നാമത്തെ പേര് മുഹമ്മദ് എയ്മൻ ആണ്. നമ്മൾ എയ്മനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അതിന് ഓൾറെഡി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിൽ ഒരുപാട് ഗെയിം ടൈം കിട്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു പെർഫോമൻസ്, കൺസിസ്റ്റൻസി ഡെലിവർ ചെയ്യാൻ ഈ ഒരു മാച്ചിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചില മാച്ചുകളിൽ സ്റ്റാർട്ടിംഗ് 11 അദ്ദേഹത്തെ കാണാറില്ല. പക്ഷേ കുറച്ചുകൂടി ഒരു മാച്ചിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് വൈസ് ഇംപ്രസ് ചെയ്തൊരു ആളായിട്ട് എയ്മനെ തോന്നി. അദ്ദേഹത്തിന്റെ കുറച്ച് ബോക്സിനകത്തുള്ള ഡ്രിബ്ലിങ്സും അകത്തേക്കുള്ള ഷോട്ടുകളും ചില 1-2 പാസുകളൊക്കെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എലമെന്റ് അത് കുറച്ചെങ്കിലും ഒരു പ്ലെയറിൽ നിന്ന് വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു മാച്ചിലേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു പ്ലേ ഓഫിലേക്ക് മാത്രമല്ല, ഫ്യൂച്ചറിലേക്ക് നമുക്ക് കരുതി വെക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ആ ഒരു ഡ്രിബ്ലിംഗ് എബിലിറ്റിയും അതുപോലെ തന്നെ ആ ഒരു ബോൾ ഹോൾഡ് ചെയ്യുന്ന രീതിയും, ഈ പറഞ്ഞ 1 ടച്ച് മറ്റ് പ്ലേയേഴ്സായിട്ട് കോമ്പിനേഷൻ കളിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ അവിടെ എല്ലാം ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഗോൾ സ്കോർ ചെയ്യുന്ന ലെവലിലേക്ക്, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്ലെയറിലേക്ക്, ആ രീതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു പ്ലെയർ തന്നെയാണ് എയ്മൻ. സോ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നിയതാണ്. ആൻഡ് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ് അസറിന്റേതും. ഇവർ 2 പേരും ഒരുമിച്ച് കളിക്കുമ്പോൾ അത് സ്പെഷ്യലാണ്. അവർ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ മാച്ചിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് അസർ കളിച്ചത്, ലെഫ്റ്റ് വിങ്ങിലാണ് എയ്മൻ കളിച്ചത്. അവർ തമ്മിലുള്ള കോമ്പിനേഷൻ, 1 ടച്ച് പാസുകൾ അത് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ള സമയം അത് എഫക്റ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു. കൗണ്ടർ അറ്റാക്ക് പോലുള്ള സിറ്റുവേഷനിൽ 2 പേരും ടച്ച് കളിച്ച് മുന്നോട്ട് പോകുന്നതും അതുപോലെ തന്നെ ആ ഒരു അറ്റാക്കിംഗ് തേർഡിലുള്ള ഇവർ 2 പേരുടെയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാടൊന്നും നമുക്ക് ഗെയിമിൽ ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ വളരെ വലിയ രീതിയിലൊന്നും കണ്ടില്ല. പക്ഷെ എന്നാൽ പോലും ആ കോമ്പിനേഷൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുണ്ടാവുന്ന ആ ഒരു ബിൽഡപ്പ് ഫേസിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ അറ്റാക്കിലേക്കുള്ള പോക്കൊക്കെ കാണാൻ സാധിച്ചു. ആൻഡ് അസർ ഡിഫൻസീവിൽ കുറച്ച് വീക്കായിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ചും ജസ്റ്റിനൊക്കെ വരുന്ന സമയത്തൊക്കെ അദ്ദേഹം കുറച്ചൊന്ന് ഡള്ളായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒഫൻസീവിൽ പന്ത് ക്യാരി ചെയ്യുന്ന സമയത്തൊക്കെ അസറും മികച്ച രീതിയിൽ തന്നെയാണ് ഒരു മാച്ചിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മാച്ചിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തത് ലാറ ശർമ്മയുടേതാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയ ഒരു മാച്ചാണ്. 90 മിനിറ്റ്സ് അദ്ദേഹം കളിച്ചു, 2 ഗോൾ കൺസിഡർ ചെയ്തു. എന്നാൽ പോലും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നല്ലൊരു ഉറപ്പ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഓക്കെ ഇദ്ദേഹത്തെ പരീക്ഷിക്കാം, പ്ലേ ഓഫിൽ ഇദ്ദേഹത്തെ കൊണ്ട് നിർത്താൻ പറ്റുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് അദ്ദേഹം തരുന്നുണ്ട്. നല്ല 1-2 സേവുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഔട്ട് കിക്ക് ഒക്കെ എടുക്കുമ്പോൾ നല്ല പവർ ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു പൊസിഷൻ അദ്ദേഹം നന്നായിട്ട് കൈകാര്യം ചെയ്തതുപോലെ ഫീൽ ചെയ്തു. 2 ഗോളും അതിന്റെ മാത്രം മിസ്റ്റേക്കോ എററോ കൊണ്ട് വഴങ്ങിയിട്ടുള്ള ഗോളുകളായിട്ട് ഫീൽ ചെയ്തില്ല. ഒരു ക്ലീൻ ഷീറ്റ് ഡിസർവിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം 80ാമത്തെ മിനിറ്റ് വരെ അദ്ദേഹം വളരെ നന്നായിട്ടാണ് കളിച്ചത്. ആ സേവുകളും ഔട്ടിങ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയാണ്, ഒരു ഹോപ്പാണ്. കാരണം കരൺജിത്ത് കുറച്ചൊന്ന് ഡള്ളായിട്ടാണ് കഴിഞ്ഞ കുറച്ചധികം മാച്ചിലായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന് പകരം ലാറയെ ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എനിക്കൊരു മാച്ചിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ആ ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ അതിന് ശോഭിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു മാച്ചിൽ ക്യാപ്റ്റൻ ചെയ്തതും ഡിഫൻസിൽ ആ ഒരു മെയിനായിട്ട് നിന്നതും മിലോസാണ്. മിലോസിന്റെ 1-2 നല്ല ടാക്കിൾസും 1-2 നല്ല ബ്ലോക്സും ആ ഒരു 1-on-1 സിറ്റുവേഷനിലുള്ള അദ്ദേഹത്തിന്റെ ഹാൻഡ്ലിംഗ് ഒക്കെ നന്നായിരുന്നു. കമന്ററിയിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സ്ട്രെങ്ത് ആയിട്ട് പറഞ്ഞത്. അതിന്റെ പൊസിഷനിങ്, അതുമൂലം ഉണ്ടാകുന്ന ഡിഫൻസീവിൽ അതിന് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സ്, പ്ലേയേഴ്സിനെ 1-on-1 സിറ്റുവേഷനിലേക്ക് അദ്ദേഹം ഈ പറഞ്ഞ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നതും ടാക്കിൾസ് വഴി പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതും മുന്നോട്ട് കയറി വന്ന് ഡിഫെൻഡ് ചെയ്യുന്ന രീതികളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ 1-2 ചാൻസസ് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ മൂലം നമുക്ക് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പേസിന്റെ കാര്യമാണ് ഈ പ്രധാനമായിട്ടും ഇതിനൊരു പ്രശ്നം. അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് ലൈൻ ഈ ഒരു മാച്ചിൽ മാത്രമല്ല, ഈ സെക്കൻഡ് ഫേസിൽ ഉടനീളം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ആ ഒരു ഹൈ ലൈൻ കളിക്കുമ്പോൾ ലോങ് ബോൾ വന്നിട്ട് ആ ലോങ് ബോൾ
ചേസ് ചെയ്യാൻ നമ്മുടെ സെൻറ്റർ ബാക്കിന് സാധിക്കുന്നില്ല, അതുവഴി വഴങ്ങുന്ന ഗോളുകൾ. ഈ മാച്ചിലും അതേ രീതിയിലാണ് ഫസ്റ്റ് ഗോൾ വഴങ്ങിയിട്ടുള്ളത്. മിലോസ് മാത്രമാണ് ഒരു പ്ലെയറിനെ ചേസ് ചെയ്യാനുണ്ടായിരുന്നത്, പക്ഷേ മിലോസിന് ആ ഒരു പ്ലെയറിനെ പേസ് കൊണ്ട് മറികടക്കാൻ സാധിക്കുന്നില്ല. നല്ല രീതിയിലുള്ള ഒരു ചാൻസ് ആയിട്ട് മാറി അവർ ഗോളും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ വീക്ക്നെസ്സുകളെ പറ്റി പറയുമ്പോൾ ഏറ്റവും അധികം പരിഹരിക്കേണ്ട, ഏറ്റവും അധികം ഉറപ്പ് വരുത്തേണ്ട ഒരു ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട് ഈ ലോങ് ബോൾ, ഹൈലൈൻ ഡിഫൻസ്, മുന്നോട്ട് കയറി നിൽക്കുന്ന ഡിഫൻസ്, ലോങ് ബോൾ വരുമ്പോൾ സെൻറ്റർ ബാക്സിനെ വെച്ച് ചേസ് ചെയ്യുന്നത്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ സെയിം സംഭവം നമ്മൾ കാണും, അതുവഴി ഗോളും സ്കോർ ചെയ്യപ്പെടും. ഈ ഒരു ഹൈലൈൻ ഡിഫൻസിന്റെ ആ ഒരു വീക്ക്നെസ് ലൈനപ്പ് മാറ്റിയിട്ടും പ്ലേയേഴ്സിനെ മാറ്റിയിട്ടൊക്കെ ഒരു രക്ഷയില്ല, അത് മാറുന്നില്ല. സോ എന്തെങ്കിലും ഒരു പോം വഴി ആ ഒരു ഹൈലൈൻ ഡിഫൻസ് വെച്ച് കളിക്കുമ്പോൾ ലോങ് ബോൾ ഡിഫെൻഡിങ്ങിൽ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തത് സൗരവ് മണ്ഡലിൻ്റെതാണ്. എന്തുകൊണ്ടും സ്റ്റാർട്ടിംഗ് 11 അല്ലെങ്കിൽ ഒരു കൂടുതൽ ഗെയിം ടൈം അർഹിക്കുന്ന ഒരു പ്ലെയറിനെ പോലെ സൗരവ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിൽ റൈറ്റ് ബാക്കായിട്ട് അദ്ദേഹം കളിച്ചത്, പക്ഷെ എന്നാൽ പോലും ഓവർലാപ്പിംഗ് ഉണ്ടായിരുന്നു. 1-2 നല്ല ബോളുകൾ, അത് ലോ ക്രോസുകളും ഹൈ ക്രോസുകളായിട്ട് അദ്ദേഹം ബോക്സിനകത്തേക്ക് കൊടുത്തു. ഡിഫൻസിലേക്ക് വരുമ്പോഴും 1-2 സേവുകൾ ഉണ്ടായിരുന്നു. ഒരു ക്രോസ് അദ്ദേഹം സേവ് ചെയ്തു, അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന മറ്റൊരു അറ്റാക്കും അദ്ദേഹം സേവ് ചെയ്തു. അത്തരത്തിൽ നല്ലൊരു ബാലൻസ് ഡിഫൻസിലും ഓഫൻസിലും സൗരവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണേക്കാൾ വലിയ രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ഓഫ് സൗരവിന് ഒരു സീസണിൽ കളിച്ച സമയം അത്രയും കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഒരു കോൺഫിഡൻസ്, ചില സമയത്ത് നഡ്മക്ക് ചെയ്ത് ചില പ്ലേസിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊക്കെ ഉണ്ട്. ആൻഡ് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ക്രോസ് കൊടുക്കുമ്പോഴാണെങ്കിലും അവിടേക്ക് ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ സൗരവ് എന്തുകൊണ്ടും ഒരു സ്റ്റാർട്ടിംഗ് 11 അർഹിക്കുന്ന ഒരു പ്ലെയറിനെ പോലെ ഈ ഒരു മാച്ചിൽ ഫീൽ ചെയ്തു. റൈറ്റ് ബാക്ക് ആയിട്ടാണ് അദ്ദേഹം, അതിന്റെ സ്ഥിരം പൊസിഷനിലല്ല, എന്നിട്ട് കൂടി അവിടെയും സൗരവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു മാച്ചിൽ സക്കായിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് റോൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ലെവലിൽ അദ്ദേഹത്തിന് അത് ഡെലിവർ ചെയ്യാൻ സാധിച്ചിട്ട്, എന്നാലും അതിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പന്തുമായിട്ട് മൂവ് ചെയ്യുന്നതും ബോക്സിനകത്ത് കയറുന്നതും ഈ പറഞ്ഞ പോലെ കോമ്പിനേഷൻ കളിക്കുന്നതൊക്കെ. പക്ഷെ ഒരു ക്രിയേറ്റർ ലെവലിൽ, ഒരു ലൂണർ ലെവലിലേക്കൊന്നും ഇതുവരെയും അതിന് എത്താൻ പറ്റിയിട്ടില്ല. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും ആ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ സക്കായിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അദ്ദേഹം ഒരു ഓക്കെ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും. ആൻഡ് നമ്മുടെ 2 സ്ട്രൈക്കേഴ്സ് നിഹാലും ഇഷാൻ പണ്ഡിതയും ഇവിടെയാണ് ഈ ഒരു മാച്ചിൽ നമ്മൾ 80 മിനിറ്റ് വരെ ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് പറയുമ്പോൾ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാത്തതിൽ ഈ 2 പ്ലേയേഴ്സിൻ്റെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ എററാണ് എനിക്ക് മെയിൻ ആയിട്ട് ഫീൽ ചെയ്തത്. ഈ സ്ട്രൈക്കേഴ്സിന്റെ സ്ഥാനത്ത് നമുക്കൊരു ഫോറിൻ സ്ട്രൈക്കറോ ദിമിത്രിയോസോ അല്ലെങ്കിൽ സിർണിച്ചോ അല്ലെങ്കിൽ ജസ്റ്റിനോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒരു ഗോളെങ്കിലും അടിക്കാൻ പാകത്തിനുള്ള അവസരങ്ങൾ ഈ 80 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടിയിരുന്നു. അതിൽ ഇഷാൻ പണ്ഡിതയിലേക്കാണെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ അഗ്രസീവായിട്ട് കളിക്കുന്നുണ്ട്, പ്രസ് ചെയ്യുന്നുണ്ട്, പ്രസ് ചെയ്ത് പന്ത് റിക്കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിക്കവർ ചെയ്ത പന്ത് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി ഒരു നല്ല ഗോൾ അവസരമാക്കി മാറ്റാനോ കൺവേർട്ട് ചെയ്യാനോ നല്ലൊരു പാസ് കൊടുത്ത് അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആക്കി മാറ്റാനോ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. സോ ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ച് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഈ മിനിമം ഒരു ഗോൾ അടിക്കാൻ പാകത്തിനുള്ള അവസരം എന്തുകൊണ്ടും ഈ ഒരു മാച്ചിൽ ഇഷാൻ പണ്ഡിതക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു മെയിൻ ഡിഫറൻസ് ആയിട്ട് വന്നത്. അത് ഒരു പക്ഷേ ഫസ്റ്റ് ഹാഫിലോ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലോ ഇഷാൻ പണ്ഡിത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ അവസാന 10 മിനിറ്റ് ഈ പറഞ്ഞ പോലെ ഒന്ന് മോശമായാലും ചിലപ്പോൾ ഒരു സമനിലയെങ്കിലും നമുക്ക് കിട്ടിയേനെ. നിഹാലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിഹാലിനെ കാര്യമായിട്ട് കണ്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം പന്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, വീഴുന്നുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് വിത്ത് ബോളൊന്നും ഇഷാൻ പണ്ഡിതായിട്ട് കോമ്പിനേഷൻ കളിക്കാനോ വിങ്ങിലേക്ക് കോമ്പിനേഷൻ കളിക്കാനോ പന്ത് കിട്ടുന്ന പന്തുകൾ ഹോൾഡ് ചെയ്യാനോ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ടായിരുന്നു. സോ നമ്മുടെ 2 സ്ട്രൈക്കേഴ്സും ഒരു മാച്ചിൽ മോശം പറയാണ്ടല്ലോ, വളരെ വീക്കായിരുന്നു. ആൻഡ് കമ്പാരിറ്റീവ്ലി ഒരു ഡീസൻ്റ് ആയിട്ട് പെർഫോമൻസ് ഫീൽ ചെയ്തത് ഡാനിഷിന്റെയാണ്. അതും ഈ പറഞ്ഞ പോലെ ഗോൾ വഴങ്ങുന്നതിന് മുൻപുള്ള ഡാനിഷാണ്. അതിനുശേഷം ഡാനിഷും തനി സ്വഭാവം പുറത്തെടുത്തു, മിസ് പാസുകൾ വന്നു, എറേഴ്സ് വന്നു. പക്ഷെ അതുവരെയും നല്ല പാസുകൾ, അറ്റാക്കിന്റെ ഇടയിലേക്കുള്ള 1-2 നല്ല ത്രൂ ബോളുകൾ, മിസ് പാസുകൾ കുറവായിരുന്നു, ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. സോ അവിടെ കുറച്ച് ഡീസൻ്റ് ആയിട്ടും ഇംപ്രൂവ്ഡ് ആയിട്ടും ഡാനിഷിനെ ഫീൽ ചെയ്തു. പക്ഷേ അവസാന 10 മിനിറ്റിലേക്ക് വരുമ്പോൾ എല്ലാം കൊണ്ട് കളഞ്ഞു. സോ ഈ മാച്ചിൽ ഇഷാൻ പണ്ഡിതക്കും നിഹാലിനും ഒപ്പം നമ്മുടെ പ്രീതം കോട്ടാൽ, ഫ്രെഡി, അതുപോലെ തന്നെ പകരം വന്ന രാഹുൽ, ഇവരും നിരാശപ്പെടുത്തിയുള്ള പെർഫോമൻസ് ആണ്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ 1-2 നല്ല ബെറ്റർ പെർഫോമൻസ് സൗരവിന്റെ ആണെങ്കിലും ലാറ ശർമ്മയുടെ പെർഫോമൻസ് ഒരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ ഐമൻ അസർ കോമ്പിനേഷൻ അത് ഫ്യൂച്ചറിലേക്ക് ഒരു പ്രതീക്ഷയാണ്. സോ അത്തരത്തിലുള്ള 1-2 നല്ല പെർഫോമൻസ് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരം പതിവ് പല്ലവി തന്നെയാണ്. പക്ഷെ എന്നാലും ഈ ഒരു മാച്ചിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രതീക്ഷ തന്നിരുന്നു. ആ ഒരു 80ാമത്തെ മിനിറ്റ് വരെ നോർത്ത് ഈസ്റ്റ് പോലൊരു ശക്തമായ ടീമിനെതിരെ ടോപ്പ് 6 വേണ്ടി ആ ഒരു ലെവലിൽ കളിക്കുന്ന ഒരു ടീമിനെതിരെ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യാനും മുന്നോട്ടേക്ക് കയറി വരാനും ആ ഒരു പോരാട്ട വീര്യം കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതുവരെ മിസ്സായിരുന്ന ആ ഒരു ടീം സ്പിരിറ്റ്, ആ ഒരു എനർജി ഈ ഒരു ടീമിൽ, ഒരു സെക്കൻഡ് ടീം, ബി ടീം എന്ന് പറയാൻ പറ്റുന്ന ഒരു ടീമിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതൊക്കെ വെറുതെ ആയിപ്പോയി എന്ന് പറയേണ്ടി വരും. സോ എന്തായാലും ഇനി ഹൈദരാബാദിനെതിരെ ഒരു മാച്ച് കൂടി ഉണ്ട്, അതും ഈ ഒരു ലെവലിലാണെങ്കിൽ സഹിച്ച് കാണേണ്ടി വരും. എന്തായാലും ഇതെല്ലാം മാറി പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഓപ്പോസിറ്റ് ടീമിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സും ഇവാൻ വുക്കോവിച്ചും ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു മാച്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആൻഡ് ബെറ്റർ പെർഫോമൻസ് ആയിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.